നല്ല ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യം അത് നമ്മുടെ ഇന്ത്യ രാജ്യമാണെന്ന് പറയുമ്പോൾ തന്നെ രാജ്യത്തെ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്തെ ഭരണഘടനയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാതെ രാജ്യത്തിലെ പൗരന്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തെ ഭരണകൂടം മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ രാജ്യത്തെ പൗരന്റെ അവകാശങ്ങളിൽ ഏറ്റവും വലിയ അവകാശമെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന വോട്ടവകാശം പോലും SIR എന്ന ഓമന പേര് നൽകിക്കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ അതിനെതിരെ പ്രതിഷേധിക്കേണ്ട, അതിനെതിരെ പ്രതികരിക്കേണ്ട പ്രതിപക്ഷ പാർട്ടികൾ മൗനത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഞങ്ങളുടെ വോട്ടവകാശം പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിനെതിരെ പ്രതിഷേധിക്കേണ്ട ഇവിടത്തെ പ്രതിപക്ഷ പാർട്ടികൾ എന്നാൽ ഒരു വശത്ത് RSSന്റെ പേര് പറഞ്ഞ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ മാത്രം ഏകീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പക്ഷത്തെ RSSന്റെ ഭീകരവാദത്തെ കുറിച്ച് പറഞ്ഞ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ അനീതികരുത് ഒരു പ്രതിഷേധവും ഒരു സമരവും നടത്താത്ത രീതിയിലേക്ക് ഇവിടത്തെ പ്രതിപക്ഷ പാർട്ടികൾ മാറിക്കൊണ്ടിരിക്കുമ്പോ ചണ്ടികളായി മാറിക്കൊണ്ട് ഈ രാജ്യത്തെ ഇവിടത്തെ പ്രതിപക്ഷ പാർട്ടികൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഇത്തരം മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം പൗരാവകാശ ജാഥകളും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ മതേതര വിശ്വാസികളോട് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ഇന്ത്യ രാജ്യത്തെ അനീതിക്കെതിരെ ഇത്തരം പൗരാവകാശ നിഷേധങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് മാത്രം പറഞ്ഞു.